DGIM ഡിവൈൻ ഗ്രേസ് ഇന്റർനാഷണൽ മൂവ്മെന്റ് 2020 ദൈവിക വെളിപാടിന്റെയും നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ആരംഭിച്ച ദൈവിക പ്രവർത്തനമാണ് ഡിവൈൻ ഗ്രേസ് ഇന്റർനാഷണൽ മൂവ്മെന്റ്. ഇന്ത്യയിലെ അപരിഷ്കൃതരായ നിരാലംബരായ മനുഷ്യരുടെ ഇടയിൽ നടത്തപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഡിവൈൻ ഗ്രേസ് ഇന്റർനാഷണൽ മൂവ്മെന്റിലൂടെ ഇന്ത്യയുടെ 16 സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദിവാസികളുടെയും വനവാസികളുടെയും ചേരി നിവാസികളുടെയും ഇടയിലും കുഷ്ഠരോഗ കോളനികളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. यीशु ने बोला अपना चेहरा को, मुझे छोड़कर आप लोग कुछ नहीं कर सकते. छोड़कर अब 1 घंटा भी जी नहीं सकता है. मेरा शक्ति बिना आप जी नहीं सकता है. अपना जीवन को समर्पण, તમારા જીવનને સમર્પણ કરજો. मुंह बंद नहीं करना, खोलो. તમારા મોઢાને ખોલો. પ્રભુ पड़ोसी वाला नहीं सुनेगा. તમારા નેડાવાળો ને સાંભળે. दिल से बोलो, દિલ થકી વાત કરો. प्रभु मुझे गलत हो गया, પ્રભુ માથેથી ગલતી થઈ ગઈ. विश्वासी था, પ્રભુ વિશ્વાસી થો. बपतिस्मा भी लिया, બપતિસ્મા બી લીધું છે. आराधना में आता है, આરાધના બી ગીતા બી पास्टर को धंधा देता है, પાસ્ટર ને દાન દસમાસ બી આલુ है. सब कुछ देता है. એ તો કરી રહ્યો है. फिर भी मैं गलत किया. फिर भी प्रभु में गलत की. ചാക്കും ഇട്ടിട്ടാണ് നിരങ്ങി അദ്ദേഹം പ്രാർത്ഥനയിലേക്ക് അല്ലെങ്കിൽ മീറ്റിങ്ങിലേക്ക് വരുന്നത്. ഇതുപോലെ ഒത്തിരി കിടപ്പ് രോഗികളുണ്ട്, അവർക്കൊക്കെ ഈ മീറ്റിങ്ങിൽ എത്താൻ പറ്റുന്നില്ല. നിങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. हमारा प्रेम का प्रचार है. ഗാവിലാണ് ഇപ്പം നിൽക്കുന്ന ഒരു പുതിയ മിഷൻ ഫീൽഡിലാണ്. കർത്താവിൻ്റെ ദാസൻ രമേശ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. വളരെ യാത്ര ചെയ്താണ് ഈ ഗ്രാമത്തിലെത്താൻ സാധിച്ചത്. അനേകർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനിടയായി വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ഇവിടെ നടന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് നന്ദി. വീണ്ടും വടക്കേ ഇന്ത്യയുടെ ഓരോ ഗ്രാമങ്ങളെയും വഹിച്ചുകൊണ്ട് 6,59,222 ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട്. ഓരോ ഗ്രാമങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ ദൗത്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളെല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.
പഞ്ചാബ്, ഗുജറാത്ത്, ജാർഖണ്ഡ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്ര, തെലങ്കാന, കർണാടക, അരുണാചൽ, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഉത്തർപ്രദേശ് എന്നിവയ്ക്കൊപ്പം 6,59,222 ഗ്രാമങ്ങളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ വിശാലമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. मेरे लिए जिया, मेरे लिए यीशु ने दुख उठाया, मेरे लिए यीशु ने एक ही परमेश्वर, एक सुसमाचार है, एक ही तो काम हमारा प्रेम का प्रचार है। एक ही परमेश्वर, एक सुसमाचार है, एक ही तो काम हमारा प्रेम का प्रचार है। जय जयकार के साथ उसके सम्मुख आओ। जय जानो कि यहोवा ही परमेश्वर है। निश्चय जानो, तुम बिल्कुल जान जाना है कि यहोवा ही परमेश्वर है और कोई परमेश्वर इस दुनिया में जन्म लिया है। उसी ने हमको बनाया, किसने बनाया? उसी ने किसने? परमेश्वर ने। बचाने के लिए अभी ഈ അവസ്ഥയിൽ അദ്ദേഹം കഴിയുന്നു. നിങ്ങൾ ഈ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ജീവിക്കത്തില്ല. നമ്മൾ ദൈവത്തെ സേവിക്കുന്ന ഇവര് ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യണം. കർത്താവിന്റെ വലിയ കരം ഈ ദേശത്ത് പ്രവർത്തിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ ഇവർ ശക്തരായി നീങ്ങുന്നു. നമുക്ക് അവരോടൊപ്പം സഹായങ്ങളും പ്രാർത്ഥനകളും നൽകി നീങ്ങാം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. वो हमको बनाया। हाँ, अगला वाक्य। और हम उसी के हैं। हम उसी के हैं। हम बोलते हैं कि मेरा पति का नाम मतलब जो है रामू होता है, मैं रामू का है। और ओ यहोवा हमारे संग संग है, वो सर्वशक्तिमान प्रभु है। ओ यहोवा
हमारे संग संग है, सेनाओं का यहोवा हमारे संग संग है। क्या झूठे मुझ पर लगा, उनके लिए मैं दुआ करूं, उनके प्रभु का धन्यवाद देते हैं। ये हमारी जो मुलाकात के द्वारा हमारे जीवन में प्रभु में बदल्यो તેમાં हमारी सबके मुलाकात થઈ સકી। હાલેલુયા। અને બીજી કડીયામાં એનું સ્વાગત કરવું પાગડિયા અને બહાર થકી આવ્યા અને પાગડિયા માટે સ્વાગત કરીને બેટા સંદેશમાં જાઓ। હાલેલુયા। જાતિ હિન્દી ગીત ગાઈને સંદેશ ഈ ക്രിസ്മസ് കാലത്ത് വടക്കേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുവാനും സാധുക്കളായ മനുഷ്യർക്ക് ഒരു നേരത്തെ ആഹാരം നൽകുവാനും ഡിവൈൻ ഗ്രേസ് മിനിസ്ട്രിക്ക് ഈ ഡിസംബർ മാസത്തിൽ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. സാധുക്കളായ മനുഷ്യർ, പ്രത്യേകിച്ച് ആദിവാസികൾ, ഒരു നേരം മാത്രമാണ് അവർ ഭക്ഷണം
കഴിക്കാറുള്ളത്. കഴിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കഴിക്കുമായിരുന്നു. പക്ഷേ ഒരു നേരം മാത്രമാണ് ഒരു ദിവസം ഒരു ആഹാരം കഴിക്കുന്നത്. ദൈവമക്കളെ, നമ്മൾ 4 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ വിധിക്കപ്പെട്ട ഈ സാധുക്കളായ മനുഷ്യരെ നമ്മൾ ഓർക്കുകയും അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്താൽ അത് വലിയ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ഈ എളിയവരോട് കരുണ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. കൈകൾ കൊണ്ടാണ് അവർ ആഹാരം വിളമ്പുന്നത്. കണ്ട, നമ്മളൊക്കെ തവി ഉപയോഗിച്ച് ആഹാരം വിളമ്പുമ്പോൾ അവർ കൈകൊണ്ടാണ് ആഹാരങ്ങൾ വിളമ്പുന്നത്. ഈ സാധുക്കളുടെ സന്തോഷം അവരുടെ വയറ് നിറയുമ്പോഴാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയല്ല, സാധുക്കളായ ഈ മനുഷ്യരുടെ വയറ് നിറച്ചാൽ സ്വർഗത്തിലെ ദൈവം നമ്മളോട് മനസ്സലിയുകയും കരുണ കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് വടക്കേ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഗ്രാമങ്ങളിൽ, ആദിവാസി ഗോത്രങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഡിവൈൻ ഗ്രേസ് മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. രാജസ്ഥാനിലും ഗുജറാത്തിലും ഒഡീഷയിലും അനാഥ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം ഇന്ത്യയിലെ ചേരികളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ സാക്ഷരതാ ക്ലാസും ഓപ്പൺ സ്കൂൾ പ്രവർത്തനങ്ങളും നടത്തപ്പെടുന്നു. ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലേക്കും ഏറ്റവും അത്യാവശ്യക്കാർക്ക് വസ്ത്രങ്ങൾ ശേഖരിച്ച് അയച്ചു കൊടുക്കുന്നു. നമ്മൾ പാഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയക്കാൻ വേണ്ടി. 2 പേരുടെ പണിയാണ് ഇതെല്ലാം പാഴ്സൽ ചെയ്ത് ഒരു വിടവ് പോലും കാണാതെ എല്ലാം അവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം അയക്കുന്നത്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് കാണിച്ചിട്ടാണ് നമ്മളിവിടെ നിന്ന് പാഴ്സൽ ചെയ്യുന്നത്. ഇത് തക്ക സമയത്ത് അവരുടെ കയ്യിലെത്താൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഡിവൈൻ ഗ്രേസ് മിനിസ്ട്രിയുടെ ചാരിറ്റിയുടെ ഭാഗമായി നമ്മളിന്ന് ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ചേരികളിലേക്ക് സാധുക്കളായ വിശ്വാസികൾക്കും ആദിവാസികൾക്കും അനാഥർക്കും വേണ്ടി വസ്ത്രങ്ങൾ നമ്മൾ കളക്ട് ചെയ്തത് അയച്ചു കൊടുക്കാനുള്ള മാന്നാർ പോസ്റ്റ് ഓഫീസിലൂടെ നമ്മളിത് വടക്കേ ഇന്ത്യയിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ ആന്ധ്രയിലേക്ക് എത്തിക്കും. യാതൊരു തടസ്സവും കൂടാതെ സാധുക്കളുടെ കയ്യിൽ ഈ നല്ല വസ്ത്രങ്ങൾ, അവർക്കിതുപോലുള്ളൊരു വസ്ത്രം വാങ്ങാൻ ഒരിക്കലും സാധ്യമല്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പട്ടിണിയിലും പരാജയത്തിലും കിടക്കുന്ന ജനങ്ങളാണ്. എന്നാൽ അവർ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അവർക്ക് ദൈവം നൽകി കൊടുക്കുന്ന നല്ല വസ്ത്രങ്ങൾ വലിയ സന്തോഷത്തോടെയാണ് അവർ സ്വീകരിക്കുന്നത്. നിങ്ങളെല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഈ ഒരു പാഴ്സൽ പോലും, ഒരു പാക്കറ്റ് പോലും ഒന്നും മിസ്സായി പോകാതെ അർഹതപ്പെട്ട ജനങ്ങളിൽ ഇത് എത്തുവാൻ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആദിവാസി ഗ്രാമങ്ങളിലെ ഭവനരഹിതർക്ക് പുതിയ ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതോടൊപ്പം അത്യാവശ്യക്കാർക്കും ഭവനങ്ങളുടെ അറ്റകുറ്റപ്പണികളും ചെയ്തു കൊടുക്കുന്നുണ്ട്. വെള്ളവും വെളിച്ചവുമില്ലാത്ത ഉൾഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം വൈദ്യസഹായം ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും DGIMന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു.
ഒഡീഷയിലെ കുഷ്ഠരോഗ കോളനികളിൽ ജീവിക്കുന്ന നൂറുകണക്കിന് രോഗികൾക്ക് വൈദ്യസഹായത്തിനു പുറമെ നിത്യച്ചെലവുകൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. प्रोग्राम में आ जाना है। अगर खाना है आ जाना है। प्रार्थना करेंगे आपके लिए, मैं यीशु चंगाई देगा आपके लिए। ठीक है? നമ്മൾ പ്രാർത്ഥിക്കണം. മരുന്നുകൊണ്ടല്ല, കർത്താവ് സൗഖ്യമാക്കട്ടെ. മരുന്നുകൾക്ക് സൗഖ്യമാക്കാൻ പറ്റത്തില്ല, പകർച്ചവ്യാധി ഉള്ളതാണ്, പകരുന്നതാണ്. എങ്കിലും ഇവിടെ ആത്മാവിൻ്റെ വിലയേറിയതായതുകൊണ്ടാണ് നമ്മളിവിടെ കടന്നു വരുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കും. രണ്ട് കൈയും കണ്ടില്ലേ, പൊട്ടി കളഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇവരെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ഗ്രാമമൊക്കെ യേശുവിനെ അറിയണം. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. తీసుకుని వచ్చేయండి, వెళ్ళమరా. పిల్లరా పిల్లలు 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 సరే మీకే సరే డ్రెస్ పుതിയ స్కూలు പോവണ്ടി. യൂണിഫോം ചോദിക്കും, യൂണിഫോം വേണം. Happy Christmas. Merry Christmas. Merry Christmas. Happy Christmas. Happy Christmas. Merry Christmas. Thank you sir, support and love. వందనాలు. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ഏകദേശം 80-ലധികം മിഷണറിമാർ DGIM-നൊപ്പം മുഴുവൻ സമയ സുവിശേഷീകരണ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. DGIM-ന്റെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ: ആരാധനാലയങ്ങളില്ലാതെ പൊതുനിരത്തിലും മരച്ചുവടുകളിലും ആരാധന നടത്തുന്നവർക്ക് ആവശ്യാനുസരണം ആരാധനാലയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു.
മധ്യപ്രദേശിലുള്ള ദിനാമ എന്ന് പറയുന്ന ഒരു ദേവദാസൻ്റെ വീടാണ്. നമ്മളൊക്കെ കേരളത്തിൽ എത്രയോ വലിയ വീടുകളിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടാണിത്. വളരെ സങ്കടകരമായ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. എന്നിട്ടും നമ്മളെ അവർ കൈക്കൊണ്ടു. നമുക്ക് വേണ്ടി ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. ഇവിടെയാണ് നമ്മൾ ആലയം പണിയുന്നത്. ആലയം പണിയാൻ പോകുന്നത് വിശ്വാസത്താൽ ഈ പ്രദേശത്താണ്. ഏകദേശം 10 കിലോമീറ്ററിനകത്ത് ഒരു സ്ഥലവും ഒരു ആലയവുമില്ല. കർത്താവിൻ്റെ നാമത്തിൽ 10 കിലോമീറ്ററിനകത്ത് ഒരു ആലയവുമില്ല. അപ്പോൾ നമ്മളിവിടെ ഈ കേത്തിവാടി അല്ലെങ്കിൽ ഈ കൃഷിസ്ഥലം നമുക്ക് ചർച്ച വെക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കും. സാധുവായ മനുഷ്യൻ തനിക്കുള്ള കൃഷിഭൂമിയിൽ നിന്ന് ഒരു ആലയം വെക്കാനുള്ള ഭൂമി നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നു. 6 മാസത്തിന് മുമ്പ് തന്നതാണ്. ഈ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ വിശ്വാസത്തോടൊരു കല്ല് പ്രാർത്ഥിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ പണി ആരംഭിക്കുന്നു. ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യണം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കുകയില്ല. കർത്താവിൻ്റെ സഭയെ കർത്താവ് ഈ പ്രതികൂല സാഹചര്യത്തിലും വടക്കേന്ത്യയുടെ മണ്ണിൽ ഗ്രാമങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. വലിയ സങ്കടത്തിലൂടെയും പീഡനങ്ങളിലൂടെയാണ് ഈ ജനം കടന്നു പോകുന്നതെങ്കിലും അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. രാവിലെ വന്നിരിക്കുന്നതാണ്, കണ്ടോ. അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമ്മൾ മധ്യപ്രദേശിലുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ, നമ്മുടെ DGMൻ്റെ പ്രവർത്തകൻ താമസിക്കുകയും ആരാധന നടത്തുകയും ചെയ്യുന്ന ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ചോപ്പടി പോലുള്ള വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. കർത്താവ് എത്രയോ അത്ഭുതങ്ങളാണ് മലയാളികളായ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. എത്ര മനോഹരമായ ഭവനങ്ങളിൽ നമ്മൾ പാർക്കുമ്പോൾ ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ എത്രയോ കിലോമീറ്ററുകൾ നടന്നും എടുത്തും ഒക്കെയാണ് ഇവിടെ സേവ ചെയ്യുന്നത്. ഇതൊരു ഉൾഗ്രാമമാണ്, ആദിവാസികളുടെ ഒരു ഉൾഗ്രാമമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കയറുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇത് നിങ്ങൾ കാണുമ്പോൾ കർത്താവിനെ സ്തുതിക്കണം. ഈ സാധുക്കളൊക്കെയും കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ വേണ്ടി ഇതിനുവേണ്ടി വില കൊടുത്താണ് ഈ ദേശങ്ങളിൽ നിൽക്കുന്നത്, ഈ ദേശങ്ങളിൽ ആരാധിക്കുന്നത്. കർത്താവെല്ലാം നിലയിലും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ഈ ഗ്രാമങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. ഒത്തിരി ക്രൈസ്തവ പീഡനങ്ങളൊക്കെ ഈ ദേശത്ത് നടക്കുന്നുണ്ട്. പാവങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടാണ്, ഒരു ദേവദാസൻ്റെ വീടാണിത്. ഇതാണ് അദ്ദേഹം താമസിക്കുന്ന വീട്. ഇവിടെയാണ് ആരാധന നടക്കുന്നത്. ഇത്ര വിഷമകരമായ അവസ്ഥയാണ്. നിങ്ങളെല്ലാവരും ഈ ഗ്രാമങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അകത്ത് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, ഇരുട്ടാണ്. ആളുകൾ എന്നിട്ട് അവിടെ നിന്ന് ആരാധിക്കുക, നിങ്ങൾ കാണാൻ പറ്റും. കർത്താവ് സഹായിക്കട്ടെ. ഇതിനകത്ത് കയറാൻ പോലും ഒക്കത്തില്ല, അത്ര കഷ്ടമാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, ദൈവം സഹായിക്കട്ടെ. വിവിധ സംസ്ഥാനങ്ങളിൽ കുഷ്ഠരോഗ കോളനികളിൽ ആശ്വാസമായി പ്രവർത്തിക്കുന്നു.
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഗ്രാമീണ വനിതകൾക്കായി തയ്യൽ പരിശീലനം. ആരോഗ്യപരിപാലന സൗകര്യങ്ങളില്ലാത്ത ഗ്രാമങ്ങളിൽ മാസത്തിലൊരിക്കൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തപ്പെടുന്നു. സേവനരംഗത്തേക്ക് കടന്നുവരുവാൻ ആഗ്രഹിക്കുന്ന യുവതീ യുവാക്കൾക്കായി ബൈബിൾ ട്രെയിനിംഗ് കോഴ്സുകൾ. ചേരികളിലെ കുട്ടികൾക്കായി സാക്ഷരതാ ക്ലാസുകൾക്കൊപ്പം വിവിധ മേഖലകളിൽ ബോധവൽക്കരണ ക്ലാസും നടത്തപ്പെടുന്നു. ആദിവാസി ചേരി പ്രദേശങ്ങളിൽ വസ്ത്രവിതരണം. തെരുവിൽ കഴിയുന്ന ആരോരുമില്ലാത്തവർക്ക് ഭക്ഷണ വിതരണം. ഗ്രാമീണ കുട്ടികൾക്ക് ആവശ്യങ്ങളനുസരിച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നു. കുട്ടികളിൽ സാഹിത്യ അഭിരുചി വളർത്തുവാനും വായനാശീലം ഉണ്ടാക്കിയെടുക്കുവാനും വേണ്ടി ആത്മീയ ഗ്രന്ഥങ്ങൾ തികച്ചും സൗജന്യമായി നൽകുന്നു. Okay, praise the Lord. Praise the Lord, praise the Lord. Hallelujah. ഋഷ്യവാണി. കർത്താവിന്റെ മക്കളെ, ഋഷ്യവാണിയിൽ മനോഹരമായ ഒരു ചർച്ചിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും എല്ലാ സാമ്പത്തിക സഹായങ്ങൾക്കും വളരെ നന്ദിയുണ്ട്. ഒരു വലിയ കൂട്ടം ജനങ്ങൾ ആമേൻ ഈ ഗ്രാമത്തിലുണ്ട്. അവരെ ഒക്കെ ഇപ്പോൾ പലരും കേത്തിവാടിയിലൊക്കെ പോയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. कौन जाएगा, कौन मेरे लिए, प्रभु तू मुझको भेज, मैं जाऊंगा। प्रभु तू मुझको भेज, मैं जाऊंगा। അനാഥ കുട്ടികളെയോ മിഷണറിമാരെയോ സ്പോൺസർ ചെയ്യുന്നതുൾപ്പെടെയുള്ള DGIM-ന്റെ ആത്മീയ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ
നിങ്ങൾക്കും പങ്കാളികളാകാം. जान